7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദെബോറ എന്ന കഥാപാത്ര പഠനത്തിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ദെബോറയുടെ ധൈര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്നത്തെ പഠനം നമുക്ക് ആരംഭിക്കാം. പ്രൈസ് ദി ലോർഡ്. ദെബോറയുടെ ധൈര്യത്തിന്റെ സവിശേഷതകൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായി, ബോധ്യം എന്നതാണ്. ദൈവത്തിന്റെ നീതിയും ന്യായവും സംബന്ധിച്ച് പൂർണ്ണ ബോധ്യം ദെബോറയ്ക്ക് ഉണ്ടായിരുന്നു. ആ ബോധ്യമാണ് ദെബോറയിലെ ധൈര്യത്തിന് കാരണമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യാബിന്റെ അടിച്ചമർത്തലുകളും ക്രൂരമായ ഭരണവും നാം വായിച്ചറിയുന്നു. എന്നാൽ ഏതു പ്രബലനായ ശത്രുവിനേക്കാളും തന്റെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ കഴിവിനെക്കുറിച്ചുമുള്ള ബോധ്യം ദെബോറയ്ക്ക് ഉണ്ടായിരുന്നു. രണ്ടാമതായി, ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ബാരാക്കിനെ ധൈര്യപ്പെടുത്തുന്ന ദെബോറയുടെ വാക്കുകൾ തനിക്ക് തന്റെ ദൈവത്തിന്റെ ശക്തിയെയും സാന്നിധ്യത്തെയും കുറിച്ചുള്ള ആത്മവിശ്വാസം വിളിച്ചറിയിക്കുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അവൾ അബീനോവാബിന്റെ മകനായ ബാരാക്കിനെ കേദേസ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലിന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബിന്റെ സേനാപതി സീസരയെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബാരാക്ക് അവളോട്, നീ എന്നോടുകൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. അതിന് അവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയാൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദെബോറ എഴുന്നേറ്റ് ബാരാക്കിനോടുകൂടെ കേദേശിലേക്ക് പോയി. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ബാരാക്കിനെ ധൈര്യപ്പെടുത്തുന്ന ദെബോറ എന്ന സ്ത്രീരത്നത്തെ നമുക്ക് ഈ വാക്യങ്ങളിലായി കാണുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമതായി, തിന്മയെ അഭിമുഖീകരിച്ചുകൊണ്ട് ദെബോറ ശക്തിയോടെ സത്യം സംസാരിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ കൂടെയുള്ളവരോട് യഹോവയുടെ അരുളപ്പാട് കലർപ്പ് കൂടാതെ അറിയിച്ചുകൊണ്ട് ഇസ്രായേലിനെ വിജയത്തിലേക്ക് നയിക്കുന്ന ദെബോറയുടെ ധൈര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ വാക്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അബീനോവാബിന്റെ മകനായ ബാരാക്ക് താബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നു എന്ന് സീസരയ്ക്ക് അറിവ് കിട്ടി. സീസര തന്റെ 900 ഇരുമ്പുരഥവുമായി തന്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹരോശത്തിൽ നിന്ന് കീശോൻ തോട്ടിനരികെ വിളിച്ചുകൂട്ടി. അപ്പോൾ ദെബോറ ബാരാക്കിനോട്, പുറപ്പെട്ട് ചെല്ലുക, യഹോവ ഇന്ന് സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നാലാമതായി, നിർഭയത്വം. ഭീഷണികളെയും അക്രമങ്ങളെയും എതിർപ്പുകളെയും ഭയം കൂടാതെ നേരിടുന്ന ദെബോറയുടെ മനസ്സിന്റെ കളങ്കമില്ലായ്മയുടെ വെളിവാണ്. ഇസ്രായേലിന്റെ വിജയം തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിന്റെ വിധിയായി ദെബോറ പ്രഖ്യാപിക്കുന്നതിലൂടെ ആ നിർഭയത്വം പ്രത്യക്ഷമായ ധൈര്യമായി മാറുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് എന്തൊക്കെ പാഠങ്ങളാണ് ഇതിലൂടെ പഠിക്കുവാനുള്ളതെന്ന് നോക്കാം. ഒന്നാമതായി, നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ്. അനീതിക്കെതിരെ സംസാരിക്കുവാൻ ഏതു സാഹചര്യത്തിലും നമുക്ക് ഇടയാകേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമതായി, ദെബോറ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആത്മവിശ്വാസം ഉള്ളവരായിരിക്കുക എന്നതാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും
ഒരു വടിയും കോലും നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടെന്നുള്ള ഉറപ്പും ആത്മവിശ്വാസമുള്ള ഒരു ദൈവ പൈതൽ ഏതൊരു ജീവിത സാഹചര്യത്തിലും തകർന്നു പോകുന്നില്ല, ശത്രുവിന്റെ വലിപ്പത്തിൽ പതറിപ്പോകുന്നില്ല. മൂന്നാമതായി ധൈര്യമായിരിക്കുക എന്നതാണ് ദെബോറയിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഒരു സ്വഭാവ സവിശേഷത എന്നത്. അധികാരം കയ്യിലുള്ളവരോടും മാനസികമായി നമ്മേക്കാൾ ഏറെ ശക്തിയുള്ളവരുടെയും മുമ്പിൽ ഒരു പക്ഷേ ദുർഘട സമയങ്ങളിൽ പതറിപ്പോകുക എന്നത് മാനുഷിക സഹജമാണ്. യോശുവ 1:9 ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക എന്ന് നമ്മെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നു. നാലാമതായി സ്ഥിരോത്സാഹം അഥവാ ശക്തിയായതിനു വേണ്ടി നിലകൊള്ളുന്നതിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. എബ്രായർ 13:6 കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുമെന്ന് ധൈര്യത്തോട് പറയുവാൻ ഒരു ദൈവപൈതലിന് ആകുമ്പോൾ ആ വ്യക്തി തന്റെ ജീവിതത്തിൽ നല്ലതിനായി നിലനിൽക്കുന്ന നല്ല ദിവസങ്ങൾ ആയിരിക്കും തന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്രകാരം ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കുവാനും കൂടുതൽ വളർന്നു വരുവാനും നമുക്ക് സാധിക്കുവാൻ വലിയവനായ കർത്താവ് കൃപ നൽകുമാറാകട്ടെ.